ഹലോ ഗായ്സ്, എല്ലാവർക്കും വാഴ്സ മൊബൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തൊട്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് 3.4.2 അപ്ഡേറ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡിലും ഐഫോണിലും എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളെന്ന്. താമസിക്കാതെ തന്നെ പുതിയൊരു ഒപ്റ്റിമൈസേഷൻ അപ്ഡേറ്റും വരാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നുണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഗൈസ്. ബയോ. ഗായ്സ്, അങ്ങനെ നമുക്കൊരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് വാട്സാപ്പ് മൊബൈലിൻ്റെ സൈഡിൽ നിന്ന്. 2 ദിവസത്തിന് മുമ്പേ ആണ് ആ ഒരു അപ്ഡേറ്റ് വന്നിരുന്നത്. 3.4.2 പാച്ച് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഓൾമോസ്റ്റ് ലോ എൻഡ് ഡിവൈസസിന് നല്ല രീതിയിൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ അത് ലോ എൻഡ് ഡിവൈസസിനല്ല ഒപ്റ്റിമൈസ് ആയത്, അത് ജസ്റ്റ് നമ്മുടെ ഹൈ എൻഡ് ആൻഡ്രോയിഡ് ഡിവൈസസിനും അതുപോലെ തന്നെ ഐഫോൺസിനുമാണ് പക്കയായിട്ട് ഇപ്പോൾ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടുന്നത്. താമസിക്കാതെ തന്നെ അവർ പുതിയൊരു അപ്ഡേറ്റും ഒപ്റ്റിമൈസേഷനും കൊണ്ടുവരുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഓൾമോസ്റ്റ് മിഡ് റേഞ്ച് ഡിവൈസസിനൊക്കെ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലൊക്കെ തന്നെ 120 FOVൻ്റെ ന്യൂസൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. അതുപോലൊക്കെ തന്നെ പിന്നെ നമുക്ക് പീക്ക് ഗ്രാഫിക്സ് ആൻഡ്രോയിഡ് ഡിവൈസസിൽ ആകെ ഐഫോണിൽ ഏതാണ്ട് 15 Pro Max, പിന്നെ നമ്മുടെ iPad M1 M2 ചിപ്സെറ്റ് ഉള്ളവർക്ക് അവർക്കൊക്കെ മാത്രമേ ഉള്ളായിരുന്നു പീക്ക് ഗ്രാഫിക്സ് സെറ്റിങ്സ്. പക്ഷേ ഇനിയും തൊട്ട് ആൻഡ്രോയിഡ് ഡിവൈസസിനും പീക്ക് ഗ്രാഫിക്സ് സെറ്റിങ്സ് വരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കേപ്പബിൾ ആയിട്ടുണ്ട് പുതിയ പുതിയ ഒപ്റ്റിമൈസേഷൻസ് വന്ന്. അപ്പോൾ താമസിക്കാതെ തന്നെ ഒരു 2-3-4 പാച്ച് അപ്ഡേറ്റിന് ശേഷവും ഓൾമോസ്റ്റ് ഗെയിം സെറ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും അതിനുവേണ്ടി കാത്തിരിക്കുക. ആരും ഗെയിം ഡിലീറ്റ് ചെയ്യല്ലേ ഗൈസ്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം മുതൽ ആ ഒരു സ്ട്രീമിംഗ് അസെറ്റ്സ് പിന്നെയും ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഡിലീറ്റ് ആക്കാതെ മാക്സിമം കളിച്ച് ആ ഒരു അസെറ്റ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതുപോലെയൊക്കെ തന്നെ പുതിയ ഒപ്റ്റിമൈസേഷൻ അപ്ഡേറ്റ് വരുമ്പോൾ അത് കുറച്ചുകൂടിയും സോൾവ് ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതിനുവേണ്ടി കാത്തിരിക്കാം. ഇപ്പോൾ 8 Gen പ്രോസസ്സറുള്ള എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസസിനും അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഫോണിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ല ഗ്രാഫിക്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പീക്ക് പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ iPhone 14 നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഹൈ ഗ്രാഫിക്സിലാണ് ഇപ്പം കളിക്കാറ്. അത്യാവശ്യം ഹീറ്റും എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത്ര ഹീറ്റ് ആവുന്നില്ലെന്നാണ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു നല്ല പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. ലാഗൊക്കെ ഇടയ്ക്ക് ഒരു ലാഗ് വരുന്നുണ്ട്, ഒരു ഫ്രെയിം ഡ്രോപ്പ്. അതും വരുന്ന അപ്ഡേറ്റിൽ ശരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അതുപോലെയൊക്കെ തന്നെ മിഡ് റേഞ്ച് ഡിവൈസസിൽ ഓൾമോസ്റ്റ് മിഡ് റേഞ്ച് ഡിവൈസസിലെല്ലാം കുറച്ചുകൂടി പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ S24 സീരീസിനെല്ലാം നല്ല ബ്ലറി ഗ്രാഫിക്സും അതുപോലെയൊക്കെ തന്നെ ഫ്രെയിം ഡ്രോപ്സും അനുഭവപ്പെടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പം അതിനൊരു സൊല്യൂഷൻ അവരെന്തായാലും അടുത്ത അപ്ഡേറ്റ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അതൊരു ഹൈ എൻഡ് ഡിവൈസ് തന്നെയാണ്, ഹീറ്റിംഗ് ഒന്നും വരാത്തൊരു പക്ക സാംസങ് ഡിവൈസാണത്. പിന്നെ iPhone 14 ഗെയിം പ്ലേ വീഡിയോ ഹൈ ഗ്രാഫിക്സിലുള്ള 60 FPS ഗെയിം പ്ലേ വീഡിയോ കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഗെയിം പ്ലേ വീഡിയോ അവസാനം ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക എല്ലാവരും. പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗെയിം പ്ലേ വീഡിയോസും ഇടുന്നതായിരിക്കും. നമ്മൾ റിവ്യൂസും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ഓവർ ഗൈസ് ഫോർ ആക്ടിവിഷൻ. ദേ ആർ റിയലി കുക്കിംഗ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പം ബൈ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പം ബൈ ഫോർ നൗ.